വെൽക്കം ടു ബിനോസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ 60 ഡേയ്സ് സ്പോക്കൺ ഹിന്ദി ചലഞ്ച് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നോട്ട്ബുക്സ് എല്ലാവർക്കും റെഡി ആയിട്ടുണ്ടാവും. നമ്മൾ നേരെ വൈകണില്ല, സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഭാഷ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലേ? എന്തായിരിക്കും? നമ്മളെക്കുറിച്ച് പഠിച്ചിരിക്കുക, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ഒന്ന് പറയാൻ പറ്റുക മറ്റുള്ളവരോട്, അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ നമ്മളെക്കുറിച്ചൊന്ന് സംസാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ കാര്യം അല്ലേ? അപ്പോൾ ഏറ്റവും ആദ്യത്തെ ക്ലാസ് ഇത് തന്നെയാണ്, സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈവൻ നമ്മളൊരു ഇന്റർവ്യൂവിന് പോയാലോ അല്ലെങ്കിൽ ഒരു ജോബിന്റെ ഇന്റർവ്യൂസ് എന്തിനെങ്കിലും നമുക്ക് യൂസ് ആവുന്ന ഒരു സംഭവമാണ് ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ഫസ്റ്റ് നമ്മൾ എന്താ പറയാ? നമ്മുടെ പേര്. മേരാ നാം ബിനു ഹേ. അപ്പൊ മേരാ നാം നിങ്ങളുടെ പേര്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എവിടുന്നാ വരുന്നത്? ഞാൻ കേരളത്തിൽ നിന്ന് അല്ലെ, മേ കേരള സേ ഹൂ. ഓക്കെ, അടുത്ത എന്താ പറയാ? നമ്മുടെ വയസ്സ്. നമുക്ക് എത്ര വയസ്സായി? മേ 37 സാൽ കി ഹൂ. ഞാൻ 37 വയസ്സാട്ടോ. അപ്പൊ നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പൂരിപ്പിക്കാം. ഇനി 1 2 3 എന്ന് ഹിന്ദിയിൽ നമുക്ക് എന്താ പറയാ, പഠിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓരോരുത്തരുടെ വയസ്സും അത് പഠിച്ച്, അല്ലെങ്കിൽ അവനവന്റെ വയസ്സ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അതല്ലെങ്കിലോ 20 സാൽ കി ഹൂം, 22 സാൽ കി ഹൂം, അങ്ങനെയും പറയാം. ഓക്കെ, അടുത്ത സെന്റൻസ് എന്താ പറയുക? നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ട് അല്ലെ? നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, മേരെ പരിവാർ മേ 4 ലോഗ് ഹേ അല്ലേ? അതിനേക്കാളും കുറച്ചുകൂടി നന്നായിട്ട് പറയുന്നത് മേരെ പരിവാർ മേ 4 5 എത്രയാന്ന് വെച്ചാൽ അത് ഫില്ല് ചെയ്യുക, സദസ്യ ഹേ, അങ്ങനെയാണ് പറയുക കേട്ടോ. ഇനി നമ്മൾ എന്താ പറയാ? അടുത്തത് നോർമലി പപ്പയുടെ പേര്, അല്ലെങ്കിൽ മേരാ പാപ്പാ കാ നാം, മേരാ പിതാജി കാ നാം. ഞാൻ പറയുമ്പോൾ മേരിയാണ്. ഡിഫറൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എന്താ പറയാ, സ്ത്രീലിംഗവും പുല്ലിംഗവും ഉള്ള ഡിഫറൻസ് അത് നമുക്ക് അടുത്ത പ്രാവശ്യം. ഇപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ പറയാം. ഓക്കെ, ഇനിയിപ്പോ നമ്മുടെ മേരാ മേരി പിതാജി അല്ലെങ്കിൽ പാപ്പാക്കെ നാം. എൻ്റെ പപ്പയുടെ പേര് ദേവസി എന്നാണ്. നിങ്ങളുടെ പപ്പ എന്താണ്? അത് ഹേ ലാസ്റ്റ് വരെ. ഓക്കെ, മേരി പിതാജി കാ നാം ദേവസി ഹേ. ഓക്കെ, ഇനി മേരി പിതാജി എന്താ ചെയ്യുന്നത്? ഡോക്ടറാണോ അല്ലെന്നുണ്ടെങ്കിൽ ഡ്രൈവറാണോ? എന്താണ് നമ്മുടെ പപ്പയുടെ ജോലി? അത് മേരാ പാപ്പ അല്ലെങ്കിൽ മേരാ പിതാജി ഡ്രൈവർ ഹേ, എഞ്ചിനീയർ ഹേ, ഡോക്ടർ ഹേ. ഓക്കെ, അമ്മ അല്ലെ? അമ്മേനെ കുറിച്ച് എന്താ? മേരി മാതാജി കാ നാം, മേരി മമ്മി കാ നാം, മേരാ മമ്മ കാ നാം ഷീല ഹേ. മമ്മി ഹൗസ് വൈഫ് ഹോഗ. എന്തെങ്കിലും എന്താണ് ജോലി അത് നിങ്ങൾ അവിടെ പറയാം. പപ്പേനെ പറഞ്ഞ പോലെ തന്നെ മമ്മീനെ പറയാം. മേരി മമ്മി ഹൗസ് വൈഫ് ഹേ, തോ ഹൗസ് വൈഫ്. ഓക്കെ, ഇനിയിപ്പോ ഹൗസ് വൈഫിനെ നമ്മൾ പറയുന്നത് ഗൃഹിണി എന്നാണ് കേട്ടോ. വീട്ടിലെ ജോലി ചെയ്യുക എന്നുള്ള ഗൃഹിണി. ഇനി അടുത്ത സെന്റൻസ് എന്താ പറയാ? ഞാൻ വിവാഹിതയാണ് അല്ലെ? ഐ എം മാരീഡ്, മേ ഷാദി ശുദാ ഹൂം. ഓക്കെ, ഇനിയിപ്പോ സ്റ്റുഡന്റ് ആണെങ്കിലോ മേ ഏക് ഛാത്ര ഹൂം. ഛാത്ര എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി എന്നാണ്, അല്ലെങ്കിൽ മേ ഏക് സ്റ്റുഡന്റ് ഹൂം. ഓക്കെ, ഇനി ഞാൻ ഗ്രാജുവേറ്റ് ആണ്. എങ്ങനെയാ പറയാ? മേ ഗ്രാജുവേറ്റ് ഹൂം. അത്രയേ ഉള്ളൂ, മേ ഗ്രാജുവേറ്റ് ഹൂം. ഇനി ഞാൻ ബികോം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തത്. അതെങ്ങനെയാ പറയാ? മേനെ ബികോം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെ കിയ. ഓക്കെ, കിയ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് ചെയ്തത്. ഇത്രയാണ് വരെ. ഇനി എന്താ പറയാ? ജോബ് ഇന്റർവ്യൂവിനൊക്കെ എന്താ പറയാ? എനിക്ക് ഈ ഫീൽഡിൽ 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? അല്ലെങ്കിൽ എത്ര വർഷം? 5 ഇയേഴ്സോ 2 ഇയേഴ്സോ 3 ഇയേഴ്സോ? അതെങ്ങനെയാ പറയാ? മുझे इस क्षेत्र में 2 साल का अनुभव है, അല്ലെങ്കിൽ मुझे इस फील्ड में 2 साल का एक्सपीरियंस है എന്ന് വെച്ചാൽ എനിക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇനി നമുക്ക് ലാംഗ്വേജ് അല്ലേ? ലാംഗ്വേജ് ഒരു മെയിൻ ഇഷ്യൂ ആണ് അല്ലേ? ലാംഗ്വേജ് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ? മേ ഹിന്ദി ഇംഗ്ലീഷ് മലയാളം മേ ബാത് കർ സക്തി ഹൂം, അല്ലെങ്കിൽ ബാത് കർ സക്താ ഹൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും സംസാരിക്കാൻ കഴിയും. ഇतना ही है मेरे बारे में, बस इतना ही है मेरे बारे में. എന്നെക്കുറിച്ച് മേരെ ബാരെ മേ എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ. ഇതാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഇനി ഇതിപ്പോൾ എന്താ പറയുക, ഇതിലുള്ള ഓരോ സെന്റൻസും എല്ലാവർക്കും ആവശ്യം വരില്ല. സ്റ്റുഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ ജോബ് ഇന്റർവ്യൂ ഉണ്ടാവും, അതുപോലെ തന്നെ ഓരോരോ ഇന്റർവ്യൂസിന് വേണ്ടി അലഗാണ് അല്ലേ? വേറെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും സെന്റൻസുകൾ ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അതിന് റിപ്ലൈ ഞാൻ തന്നോളാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് സിമ്പിൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്. നിങ്ങളെല്ലാവരും നിങ്ങളെ കുറിച്ച് പഠിച്ചു വെക്കുക. ഇനി നമ്മൾ മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ സംസാരിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ നന്നായിട്ട് അറ്റൻഷൻ കൊടുക്കുക. ക്ലാസ്സുകൾ വളരെ ചെറിയ ക്ലാസ്സുകളായിരിക്കും.
അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ആയിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതല്ലാതെ കണ്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നോട്ടിഫിക്കേഷൻസ് വരത്തില്ല, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെന്താ, ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.